എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരു 5-6 പപ്പടം 2-4 മുട്ടയുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിത് കാണുന്നത് നമ്മുടെ ബിനീഷ് ബാസ്റ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ അവരുടെ അമ്മച്ചി ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. എന്നാൽ പിന്നെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് മുട്ടയും പപ്പടമാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാളയ്ക്ക് പകരം ചെറിയുള്ളിയാണ് അവർ ചേർക്കണം. എൻ്റെ കയ്യിലില്ലാത്തതിന് ഞാൻ സവാളയാണ് ചേർക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വാടി വരട്ടെ. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് തന്നെ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് നല്ല അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിന് ശേഷം നമുക്ക് പപ്പടം എത്രയാണ് എടുക്കണേ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇവിടെ ഒരു 5-8 എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായി തന്നെ കീറി എടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പപ്പടമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇങ്ങനെ ഇല്ലാണ്ട് വറുത്തിട്ട് പപ്പടം ചേർക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണക്ക് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറു ചൂടുള്ള 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കിയിട്ട് കുറവാണെച്ചാൽ ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പപ്പടവും മുട്ട ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ തട്ടിക്കൂട്ടി എടുക്കുന്നതെന്ന് വെച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. അപ്പോൾ നമുക്ക് തിളയൊക്കെ വന്ന സമയത്ത് നമുക്ക് പൊട്ടിച്ച് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ അവരിതിൽ മുട്ട പൊട്ടിക്കണില്ല കേട്ടോ, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയും കൂടി അതിലൊന്ന് മിക്സ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് കുറച്ചും കൂടി നന്നാവുക. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്ത് മുട്ടയൊക്കെ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിരിക്കും തോറും അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരും. അപ്പോൾ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറായിട്ട് പോകും. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.